ഗിഫ്റ്റഡ് ചിൽഡ്രന്റെ കണ്ടീഷൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ഓരോ കുട്ടികൾക്കും പല തരത്തിലുള്ള കാപ്പബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അവരിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ ലേണിംഗിന്റെ ഏരിയയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അല്ലെ. നമുക്കറിയാം ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന നോർമൽ വണ്ണിൽ നിന്നും എന്താണ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ അവർക്ക് ഈസി ആക്കി പെട്ടെന്ന് കോൺസെപ്റ്റുകളിലേക്ക് എത്തുക അല്ലെ. അതായത് കുട്ടികൾക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ. ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി CTET-ൽ നിന്നും ചോദിച്ചിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻസുമാണ്. അപ്പൊ നമുക്കറിയാം CTET എക്സാമിങ് അടുത്ത് എത്തിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സെറ്റായി അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ റെഡി അല്ലേ എല്ലാവരും? ആദ്യത്തെ ചോദ്യം, dysgraphia is a option first one, speech disorder characterized by stuttering and errors in articulation. Second one, locomotor disorder characterized by gross motor impairment. Third one, neurological disorder characterized by trouble in forming letters and shapes. Fourth one, psychological disorder characterized by lack of attention and impulsive behavior. Learning disability എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് it is a range of condition that affect how individual process and understand information. അത് ഓരോ ഇൻഡിവിജ്വൽസിന് ഓരോ തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ എങ്ങനെയാണ് അവര് തിരിച്ചറിയുന്നത്, അവര് പ്രോസസ് ചെയ്യുന്നത് മുതലായ ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിൽ നിന്നും ലാഗ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതിനെയാണ് ബേസിക്കലി ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലെ ആദ്യത്തത് ഡൈസലെക്സിയ ആണ്. എന്താ ഡൈസലെക്സിയ? ഡൈസലെക്സിയ is a learning disorder that affects reading, spelling and writing. ഓർക്കുക, ഡൈസലെക്സിയ എന്ന് പറഞ്ഞാൽ റീഡിംഗ്, സ്പെല്ലിംഗ്, റൈറ്റിംഗ് ഡിസോർഡേഴ്സിനെയാണ് ഡൈസലെക്സിയ എന്ന് പറയുന്നത്. Individuals with dyslexia may have difficulty with decoding words, recognizing words quickly and understanding the relation between letters and sounds. അപ്പൊ ഡൈസലെക്സിയ വരുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? വേർഡ്സ് ഡീകോഡ് ചെയ്യുക, അതുപോലെ വേർഡ്സ്, ഒരു വേർഡ് നമ്മൾ എഴുതിയാൽ പെട്ടെന്ന് റിക്കഗ്നൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ലെറ്ററും സൗണ്ടും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഡൈസലെക്സിയ ഉള്ള ഒരു കുട്ടി പ്രദർശിപ്പിക്കുന്ന ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാ. ഡൈസലെക്സിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിട്ടാ ഫ്രണ്ട്സ് റിലേറ്റ് ചെയ്യുന്നത്? റീഡിംഗ്, സ്പെല്ലിംഗ്, റൈറ്റിംഗ്. അടുത്തത് ഡൈസ്ഗ്രാഫിയ. Dysgraphia is a learning disability that affects writing abilities. It can manifest as difficulty with handwriting, spelling and organizing thoughts on papers. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, നമ്മുടെ സ്പെല്ലിങ്, നമ്മൾ നേരെ എഴുതേണ്ടതിന് പകരം തിരിച്ചെഴുതുക അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട സ്പെല്ലിങ് തന്നെ എന്ത്, ഇപ്പൊ ഓണ്ടർപ്രീനർ എന്ന് എഴുതുകയാണെങ്കിൽ അതിന്റെ സ്പെല്ലിങ് തെറ്റി എഴുതുക. അപ്പൊ അങ്ങനെയില്ല, ദിസിന് ദീസ് എന്ന് എഴുതുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്പെല്ലിങ്, അവിടെ ഗ്രാമർ അതല്ല ഉദ്ദേശിച്ചത്, സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ട് എഴുതുക. അതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. Individuals with dysgraphia may struggle to express themselves in writing despite having strong verbal skill. നല്ല പോലെ സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ആ കുട്ടിയിൽ ഉണ്ടായിരിക്കും, പക്ഷെ എഴുതാനായിട്ട് എന്തുണ്ടാവില്ല, ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രോപ്പറായി എഴുതാനുള്ളൊരു കഴിവ് ആ കുട്ടിയിൽ ഉണ്ടാവില്ല. അപ്പൊ എന്താ, അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കഴിവ് ലാഗ് ചെയ്യുന്നതിനെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കുക, നമ്മള് റീഡിംഗ്, സ്പെല്ലിംഗ്, റൈറ്റിംഗുമായി റിലേറ്റ് ചെയ്യുന്നത് ഡൈസലെക്സിയ, അതുപോലെ സ്പെല്ലിംഗ്, ഹാൻഡ് റൈറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനെ ഡിസ്ഗ്രാഫിയ എന്നുമാണ് പറയുന്നത്. അടുത്തത് ഡിസ്കാൽക്കൂലിയ. Dyscalculia is a learning disability that affects maths skill. People with dyscalculia may have difficulty in understanding and manipulating numbers as well as concepts like time, measurement, spatial reasoning. മാത്സ് സ്കില്ല് ലാഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ആഡ് ചെയ്യാൻ അറിയില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല,
കോൺസെപ്റ്റ് ഓഫ് ടൈം എന്താന്ന് അറിയില്ല, മെഷർമെന്റ് അറിയില്ല, സ്പേഷ്യൽ റീസണിങ് നമുക്ക് പോസ്റ്റ്ലേറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് വരുന്നതിനെയാണ് നമ്മൾ ജനറലി എന്തായി പറയുന്നത്, ഡിസ്കാൽക്കൂലിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓഡിറ്ററി പ്രോസസിംഗ് ഡിസോർഡർ. APD affects how the brain process auditory information. Individuals with APD may have difficulty understanding speech in noisy environment, following spoken instruction or distinguishing between similar sounds. അതായത് വളരെ കൺജക്റ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനത്തെ കൺജക്റ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഓരോരുത്തർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ കൊടുത്ത് കേൾക്കാനായി കഴിയാതിരിക്കുക, അവിടെ അതൊരു ലാഗ് തന്നെയാണ് അല്ലെ. നമ്മുടെ ബ്രെയിനിന് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത ആ ഓഡിറ്ററി ഇൻഫർമേഷനെ, അവർ പറയുന്ന കാര്യങ്ങളെ പ്രോസസ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും കഴിയാത്തൊരു സിറ്റുവേഷനെയാണ് അവിടെ, ഒരു ലാഗിങ് തന്നെയാണ് അല്ലെ. അതിനെയാണ് ഓഡിറ്ററി പ്രോസസിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് വിഷ്വൽ പ്രോസസിംഗ് ഡിസോർഡർ. Visual processing disorder affects how the brain interprets visual information. It can manifest as difficulty with tasks like reading, writing and recognizing shape or object. ഈ റീഡിംഗ് റൈറ്റിംഗ് നിങ്ങൾ എല്ലാത്തിലും കാണും. ഇവിടെ പക്ഷെ വേറൊരു വ്യത്യസ്തത എന്താ വെച്ചാൽ ഷേപ്പ്, ഒരു ഷേപ്പ് കാണിച്ചു കൊടുത്താൽ അത് എന്താണെന്ന് കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുക. ഒബ്ജക്ട്സ് കാണിച്ചു കൊടുത്താൽ അത് എന്താണ്, ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇത് പെന്നാണെന്ന് കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെയാണ് വിഷ്വൽ പ്രോസസിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രെങ്ത് ഇൻ വെർബൽ എബിലിറ്റി ബട്ട് വീക്ക്നെസ് ഇൻ വിഷ്വൽ സ്പേസിക് motor and social skills. They may struggle with tasks like reading non-verbal cues, understanding abstract concepts, navigating social interactions. Non-verbal ആയി, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പിക്ചർ ഫോംസിലൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ കുട്ടിക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ, അതാണ് ഈ റീഡിംഗ് നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത്. ചില കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാതെ ഐസൊലേറ്റഡ് ഒക്കെ ആയിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്തിന്റെ കീഴിൽ വരും? നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റിന്റെ കീഴിൽ വരും. അടുത്തത് attention deficit or hyperactivity disorder, ADHD. While not strictly a learning disability, ADHD can impact learning by affecting attention, impulse control and executive function skills like organization and time management. ADHD ശരിക്കും ഒരു ലേണിംഗ് ഡിസബിലിറ്റി അല്ല, പക്ഷെ ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം അത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ലേണിംഗ് സ്കിൽസിനെ എഫക്ട് ചെയ്യും. എസ്പെഷ്യലി ഇപ്പൊ അറ്റൻഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ്മെന്റ്, ഇതിനെല്ലാം വളരെ സീരിയസ് ആയിട്ട് അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ജനറലി നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ച ചോദ്യം ഡിസ്ഗ്രാഫിയ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ആണ്. യെസ്, അപ്പം തേർഡ് വൺ ആണ് അല്ലെ റൈറ്റ് ആൻസർ. ന്യൂറോളജിക്കൽ ഡിസോർഡർ characterized by trouble in forming letters and shapes ആണ് വരുന്നത്. ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ അതാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യെസ്. അടുത്ത ചോദ്യം, approach to educating gifted children which moves them through curriculum at an usually rapid pace is known as. First one, differentiated instruction. Second one, enrichment. Third one, acceleration. Fourth one, immersion. The approach to educating gifted children which moves them through curriculum at an usually rapid pace. Differentiated instruction എന്ന് പറഞ്ഞാൽ എന്താ? Differentiated instruction is an approach to teaching that recognizes and responds to diverse learning needs of students. It involves tailoring instruction, content and assessment to meet the individual's strength, interest and readiness. In the concept of gifted education, differentiation may involve providing more challenging or advanced material to meet the needs of the gifted children. Gifted childrenന്റെ കണ്ടീഷൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ഓരോ കുട്ടികൾക്കും പല തരത്തിലുള്ള കാപ്പബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അവരിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ ലേണിംഗിന്റെ ഏരിയയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെ നമ്മള് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സും ഓരോ കുട്ടികളുടെയും നീഡ്സ് അനുസരിച്ച് ഇനീഷ്യേറ്റ് ചെയ്യണം. അതിനെയാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് enrichment. Enrichment refers to providing gifted students with opportunity to deepen their understanding of topics or subjects beyond the standard curriculum. Enrichment activity often involved exploring topics in great depth, creative projects, participating in competition or collaboration with experts in the field. ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ ടോപ്പിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കരിക്കുലം നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ടീച്ചിങ് ആക്ടിവിറ്റീസ് ഇതിനെല്ലാം നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് ഈ എൻറിച്ച്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ടോപ്പിക്കിനെയും വളരെ ഇൻഡെപ്ത് ആയി പഠിപ്പിക്കുക, ഒരു ടോപ്പിക് ബേസ് ആയിട്ട് പ്രൊജക്ട്സ് കൊടുക്കുക, അതൊക്കെയാണ് enrichment. Next is acceleration. Acceleration involves moving gifted students through the curriculum at a faster pace than their peers. This may include skipping grades, compacting curriculum to allow for more rapid progression, or allowing students to take advanced coursework at an earlier age. Acceleration allows gifted students to work at a level that is challenging and appropriate for their ability. നമുക്കറിയാം ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന നോർമൽ വണ്ണിൽ നിന്നും എന്താണ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ അവർക്ക് ഈസി ആക്കി പെട്ടെന്ന് കോൺസെപ്റ്റുകളിലേക്ക് എത്തുക അല്ലെ. അതായത് കുട്ടികൾക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അവരിൽ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യുക, കാരണം അവര് വളരെ ടാലന്റഡ് വൺസ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, അവരിൽ എഡ്യൂക്കേഷൻ ഒരു ആക്സിലറേറ്റഡ് പ്രോഗ്രസ് ആയി, ഒരു പ്രോഗ്രസീവ് ഫോം ആയിട്ട് കൊണ്ടുവരിക. Immersion. Immersion education involves providing instruction in a second language by surrounding students with that language in all aspects of their educational experience. While immersion programs are not specifically designed for gifted education, some gifted students may benefit from immersion program as they offer a challenging and immersive environment for language acquisition and academic growth. ഒരു സെക്കൻഡ് ലാംഗ്വേജ് അവരെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ബേസിക്കലി ഇമേർഷൻ സംസാരിക്കുന്നത്. ശരിക്കും അതൊരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം ഒന്നും അല്ല. പക്ഷെ എങ്കിലും ചില ഗിഫ്റ്റഡ് സ്റ്റുഡൻസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ബേസിക്കലി അവരുടെ അക്കാഡമിക് ഗ്രോത്ത്, അവരുടെ അക്കാഡമിക് പ്രോഗ്രസ്, ഇതിനെല്ലാമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് വരിക ആൻസർ എന്ന് നോക്കാം. Approach to educating gifted children which moves them through curriculum at a usually rapid pace. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. റാപ്പിഡ് പേസ്, വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളിലേക്ക് എത്താനായി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ തേർഡ് വൺ, ആക്സലറേഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടീച്ചേഴ്സ് who are working towards inclusive classroom. First one, create curriculum adaptation, incorporate diverse perspectives, examine their own implicit bias, see diversity as an obstacle. Which of the above are correct? 1, 2, 3, 4. 1, 2, 3. 1, 3, 4. 2, 3, 4. Inclusive classroom എന്ന് പറഞ്ഞാൽ എന്താ? Inclusive classroom refers to a learning environment where all students, regardless of their ability, background or differences, are welcomed and supported. നമുക്കറിയാം ഒരു ക്ലാസ് റൂം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ പലതരത്തിലുള്ള കുട്ടികളെ മീറ്റ് ചെയ്യുക, അവരുടെ നീഡ്സ് സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫാക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഡൈവേഴ്സിറ്റി. ഇൻക്ലൂസീവ് ക്ലാസ് റൂമില് പല ഫോംസ് ഉണ്ടാവും അല്ലെ. റേസ്, എത്നിസിറ്റി, കൾച്ചർ, ലാംഗ്വേജ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ജെൻഡർ ബേസസ്, ഇതിലൊക്കെ ബേസിക്കലി എന്ത് സംഭവിക്കും? ഡിഫറൻസസ് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ ഈ കുട്ടികള് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട്
സാധിക്കും അല്ലെ. അടുത്തത് accessibility. Inclusive classroom prioritize accessibility by ensuring that all students have equal access to learning opportunities, materials, and resources. This may involve making physical accommodation, technology, and providing alternative format for instruction and assessment. ഒരു ക്ലാസ് റൂം ആകുമ്പോൾ അതൊരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആകുമ്പോൾ പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുന്ന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ അവിടെ എന്താണ്, എല്ലാവർക്കും ആക്സസബിലിറ്റി വേണം, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി വേണം, റിസോഴ്സസ്, ഇതൊക്കെ എന്തിന്റെ ഒരു ഫീച്ചർ ആണ്, ഇൻക്ലൂസീവ് അല്ലെ. കാരണം എല്ലാവർക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് അവിടെ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അടുത്തത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. Inclusive classroom employ differentiated instruction strategy to meet diverse learning needs of students. Teachers adapt their teaching methods, content and assessment to accommodate varying ability, interest and readiness level. Inclusive classroom il differentiated ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജി ആയിരിക്കും അല്ലെ. കാരണം ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ എടുത്ത് നോക്കുമ്പോൾ പല തട്ടിലുള്ള കുട്ടികളെയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ കഴിവുകളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഓരോ ഫീൽഡിലും പല തരത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. അവരുടെ റെഡിനെസ് ലെവൽ, കുട്ടികൾ പഠിക്കാൻ റെഡിയാണോ, ആ ലെവൽ ആക്സസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം എന്തിന്റെ ഫീച്ചർ ആണ് ഫ്രണ്ട്സ്, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷന്റെ ഫീച്ചർ ആണ്. അടുത്തത് കൊളാബറേഷൻ. ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിനെ സംബന്ധിച്ചിടത്തോളം കൊളാബറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലാസ് റൂം എടുത്തു നോക്കിയാൽ അവിടെ ഒരുപാട് പേരുണ്ടാവും അല്ലെ. സ്റ്റുഡന്റ് ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, അതുപോലെ ഒരു സ്കൂൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടാവും, നമ്മുടെ ഫാമിലീസ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഇവരെല്ലാം കൂടിയതാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്യുക, പരസ്പരം റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക, കുട്ടികളുടെ സക്സസിന് വേണ്ടി വർക്ക് ചെയ്യുക, ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റൂ, സഹകരിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവം അല്ലെ. ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റൂ, ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലെ കാണാനായിട്ട് സാധിക്കും. അടുത്തത് ഏതാ, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്. ഇൻക്ലൂസീവ് ക്ലാസ് റൂമില് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് വരാറുണ്ട്. അതായത് ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ, എക്സ്പ്രഷൻ ആൻഡ് എൻഗേജ് ടു അക്കോമഡേറ്റ് ഡൈവേഴ്സ് ലേണേഴ്സ്. ഇറ്റ് emphasizes on flexibility, inclusivity and accessibility in curriculum design and instruction. യൂണിവേഴ്സൽ ഡിസൈൻ ഫ്രെയിംവർക്ക് ആണ് വരുന്നത് അല്ലെ. അതായത് ഒരിക്കലും എന്ത് ചെയ്യണില്ല, ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആയതുകൊണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമുള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഗ്രസിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് പോസിറ്റീവ് ബിഹേവിയർ സപ്പോർട്ട്സ്. Inclusive classroom promotes positive behavior supports to create a safe, supportive and inclusive learning environment for all students. This involves teaching and reinforcing pro-social behavior, conflict resolution skills and empathy. ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടിയാണ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള കാലിബറും എല്ലാ തരത്തിലുള്ള ബിഹേവിയറൽ സ്കില്ലും മൊബിലൈസ് ചെയ്യാൻ വേണ്ടി അവിടെ എല്ലാ സ്ട്രാറ്റജീസും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട്. Inclusive classroom provides individualized support for students with disability, learning differences or other special needs. This may include specialized instruction, accommodation, modification and support services tailored to each student's unique strength and challenges. ഓരോ കുട്ടികളുടെയും പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ആ പ്രോബ്ലംസിനെ എങ്ങനെ റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും മുതലായ കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. പിയർ റിലേഷൻഷിപ്പ്. Inclusive classroom nurture positive peer relationship and social interaction among students of diverse backgrounds and ability. Peer support and collaboration foster empathy, understanding and friendship across differences. ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആകുമ്പോൾ അയ്യോ ഈ കുട്ടിയുമായി മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ ആ കുട്ടിയുമായി മിണ്ടാൻ പാടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല അല്ലെ. അവിടെ നമ്മൾ എന്തിനാ കൺസേൺ കൊടുക്കുന്നത്, പരസ്പരമുള്ള റിലേഷൻഷിപ്പിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുട്ടികൾ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നു, ഇതിനെയെല്ലാം
പിയർ റിലേഷൻഷിപ്പ് എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം ഉണ്ടാവണമെങ്കിൽ അത് എന്ത് ക്ലാസ് റൂം ആയിരിക്കണം ഫ്രണ്ട്സ്? ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആയിരിക്കണം. അടുത്തത് എംപവർമെന്റ്. ഇൻക്ലൂസീവ് ക്ലാസ് റൂം empowers students to advocate for themselves, express their needs and preferences, and participate actively in their own learning. Students are encouraged to embrace their identity, strength, and contribution to the classroom community. ഓരോ കുട്ടികൾക്കും ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവിറോൺമെന്റിൽ പ്രാമുഖ്യം ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ ഫ്രണ്ട്സ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും അല്ലെ, നമുക്ക് എന്താണ്, നമ്മൾ എവിടെയാ നിൽക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഫ്രെയിംവർക്ക് ആകുമ്പോൾ ഇങ്ങനെയുള്ള റാപ്പിഡ് ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ചെയ്യും. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. Inclusive classroom prioritize continuous improvement and ongoing professional development for educators to encourage or enhance their knowledge, skill, and practice related to inclusive education. Collaboration, reflection, and data-driven decision-making support the ongoing growth and effectiveness of inclusive practices. Continuous improvement ആണ് അല്ലെ, കാരണം ഇവിടെ peer relation വരുന്നത്, പരസ്പരം കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നതോടുകൂടി ഒരാൾക്ക് എന്താണ് പ്രശ്നമെന്ന് മറ്റേ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലെ. അപ്പൊ അത് ഓരോ കുട്ടികളിലും എന്ത് സഹായിക്കും, ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്താ വരിക? ടീച്ചേഴ്സ് who are working towards inclusive classroom create curriculum adaptation, incorporate diverse perspective, examine their own implicit bias അല്ലെ. അപ്പൊ ഏതാ വരിക? സെക്കൻഡ് വൺ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് ഫോർത്ത് വരില്ല? ഡൈവേഴ്സിറ്റി ആസ് എൻ ഒബ്സ്റ്റാക്കിൾ. അയ്യോ പലതരത്തിലുള്ള കുട്ടികളുണ്ട്, അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ എന്താണ്, അതൊരു പ്രോബ്ലം തന്നെയായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരു ഇൻക്ലൂസീവ് ക്ലാസ് അല്ല അല്ലെ. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം അവിടെ ഉണ്ട് അല്ലെ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.